സ്തോത്രം. ദൈവം നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മാത്രം സംസാരിക്കുന്നത് ദൈവം കേട്ടാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കരുത്. കർത്താവ് പറയുന്നത് കൂടെ നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. ചിലരുണ്ട് ഓടി വന്ന് കുറേ വാക്കുകൾ പറയും, കുറേ വചനങ്ങൾ പറയും, കുറേ സങ്കടം പറയും, കുറേ കടം പറയും, അവർക്ക് കൊടുക്കണം ഇവർക്ക് കൊടുക്കണം. അതല്ല, അത് നിങ്ങൾ പറയുന്നത് തെറ്റെന്ന് ഒരിക്കലും പറയില്ല. പക്ഷേ കർത്താവിൻ്റെ വചനം, കർത്താവ് സംസാരിക്കുന്നത് കേൾക്കണം. ആദാമേ നീ എവിടെ എന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. അല്ല ഹവ്വേ നീ എവിടെയെന്ന് അതിൽ പറയുന്നില്ല ബൈബിളിൽ. ആദാം നീ എവിടെ? അപ്പോൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനക്കാരനെ ദൈവശബ്ദം കേൾക്കണം. ദൈവശബ്ദം കേട്ടേ പറ്റൂ. നമ്മൾ അങ്ങോട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആമേൻ പറഞ്ഞ് എണീറ്റ് പോവാണ്ട് നമ്മളവിടെ ഇരിക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. എങ്കിലേ ആ മറുപടി നമുക്ക് കിട്ടും. ബൈബിളിൽ കൂടി, വചനത്തിൽ കൂടി കിട്ടും, സ്വപ്നത്തിൽ കൂടി കിട്ടും. പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു രസകരമായ ഒരു കാര്യം പറഞ്ഞുതരാം. ഡാനിയേൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയത് കൊണ്ടാണ് ആ ദേശത്ത് ആഭിചാരം ചെയ്യുന്ന വ്യക്തികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. സ്തോത്രം. ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. ആമേൻ. അന്നേരം അവരൊരു പ്ലാൻ ചെയ്ത്, രാജാവേ അങ്ങയോട് കുറച്ച് ദിവസത്തേക്ക് പ്രാർത്ഥിക്കാൻ, മറ്റൊരു ദേവൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ അനുവദിക്കരുത് എന്നൊരു നിയമം വേണം. നമുക്കതൊരു സുപരിചിതമാണ്. ഡാനിയേൽ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. സ്തോത്രം. പക്ഷെ തിരുവചനം പറയുന്നു, ഡാനിയേൽ ആ സിംഹ ഗുഹയ്ക്കകത്ത് കിടക്കുന്ന നിയമത്തെക്കുറിച്ച് പഠിക്കാനോ പിടിക്കാനോ ഒന്നിനും പോയില്ല. ഇത്ര പേരും ഡാനിയേലിനെതിരാണ്. സ്തോത്രം. ഇത്ര വ്യക്തികളും ഡാനിയേലിനെതിരാണ്. പക്ഷെ ഡാനിയേൽ ആ എതിരായ വ്യക്തികളെ നോക്കാതെ, രാജാവിനെ നോക്കാതെ ഡാനിയേൽ ദൈവത്തെ നോക്കി. കണ്ട, പ്രാർത്ഥനയുടെ മറുപടിയെ നോക്കി. അല്ലെങ്കിൽ ഡാനിയേലിന് പറയാം, കർത്താവേ ഞാൻ യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്ന് ദിവസവും 3 നേരം പ്രാർത്ഥിക്കുന്ന ഒരു ആളല്ലേ. എനിക്ക് ഈ സിംഹക്കുഴി അത് പോരാഞ്ഞിട്ട് ഈ രാജാവ് ഇവരെല്ലാവരും എനിക്ക് എതിരായല്ലോ, അതെന്തോ കാരണത്തിന് എന്നൊന്നും ചോദിച്ചില്ല. ചോദിക്കാം, പക്ഷേ ഡാനിയേൽ ചോദിച്ചതായിട്ട് ബൈബിളിലില്ല. ഡാനിയേൽ പ്രാർത്ഥിച്ചു. ഈ പറയുന്നത് എന്തെന്ന് ആദ്യം മനസ്സിലാക്കുക. ചുമ്മാ ഞായറാഴ്ച പള്ളിയിൽ ചെന്ന് കയ്യും അടിച്ച് 2 കസാരയും തല്ലി പൊട്ടിച്ച് എവിടെയോ ഉള്ള അന്യഭാഷയും പറഞ്ഞു വലിയ കാര്യം. എവിടെയുള്ളതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ചിന്തയിൽ അന്യഭാഷയിൽ സംസാരിക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സാത്താനും താൻ വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വരും. അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ അന്യഭാഷ പറയുമ്പോൾ അതിനൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ കാതിലും കേൾക്കാം, കാ 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 കീ 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 കൂ ഇങ്ങനെ കേൾക്കാം. അതൊന്നുമല്ല അന്യഭാഷ. അന്യഭാഷയെന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന കൃപാവരത്തിലൊന്നാണത്. ആ അന്യഭാഷയിൽ തന്നെയാണ് ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്നത്. അത് സാത്താന് പെട്ടെന്ന് വലിയ ക്ലിയർ അല്ല. പക്ഷേ സാത്താൻ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അന്യഭാഷ, ദൈവവചനം, പ്രാർത്ഥനയുള്ള ഒരു വ്യക്തി അവനെ എപ്പോഴും ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്താതെ, ഒരു പാസ്റ്റർ കുറ്റപ്പെടുത്താതെ, ഒരു സഭയെ കുറ്റപ്പെടുത്താതെ അവൻ ചെയ്യണ ശരിയല്ല, ഇവൻ ചെയ്യണ ശരിയല്ല എന്നൊന്നും സംസാരിക്കുന്നില്ല. പരിശുദ്ധാത്മാവുള്ളവൻ എപ്പോഴും ആത്മാവ് എന്ത് സംസാരിക്കുന്നുവോ അത് സംസാരിക്കുക. സ്തോത്രം. നിങ്ങൾ ഡാനിയേലിനെ നോക്ക്, ഏലിയാവിനെ നോക്ക്, എലീശായെ നോക്ക്, മോശ, യോശുവ, ഇവരെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇപ്പം ഈ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സ്തോത്രം. ദൈവസന്നിധിയിൽ നീ മുട്ടുമടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതിന് മറുപടി കേൾക്കണോ, നീ വെയിറ്റ് ചെയ്തേ പറ്റൂ. സാത്താൻ ചെയ്യുന്നത് പറഞ്ഞാൽ നിന്നെ ഭയങ്കരമായിട്ട് ബിസിയാക്കും. ഭയങ്കരമായിട്ട് അവിടെ കൊണ്ടേ, മറ്റേ സ്ഥലത്ത് കൊണ്ടേ കോൾ വന്ന് ഒന്ന് അറ്റൻഡ് ചെയ്തേ, ഇതാ പറഞ്ഞ ഞാൻ ഇനിയിപ്പോൾ നാളെ പ്രാർത്ഥിക്കാം. കണ്ട, സാത്താൻ അറിയാം എന്തുവാ, നീ മുട്ടുമടക്കിയ ആ മുട്ടുമടക്കുന്ന ദേശത്ത് കുടിയിരിക്കുന്ന കുടിയിരിപ്പുകൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിഞ്ഞു. സ്തോത്രം. പക്ഷെ അവിടെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ കൊന്നുകളയാണ് ചെയ്യുന്നത്, വാളിനാൽ വെട്ടിക്കൊല്ലുന്നു, ഇല്ലേ? പക്ഷേ ഏലിയാവ് അവിടെ ചെയ്തത് ശ്രദ്ധിക്ക്. ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ യാഗപീഠം ഇടിഞ്ഞു കിടക്കുക. പരിശുദ്ധാത്മാവ് കറക്റ്റാണ് പറഞ്ഞു കൊടുത്ത്. അവൻ ഇടിഞ്ഞു കിട്ടുന്ന യാഗപീഠത്തെ പണിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി. വിറക് കത്തിയത് മാത്രമല്ല, അല്ലെങ്കിൽ യാഗവസ്തു കത്തിയത് മാത്രമല്ല, മണ്ണുവരെയും കത്തി, മണ്ണുവരെ ദഹിച്ചു പോയി. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക്, അത്രയും പവർഫുള്ളാണ് ഒരു വ്യക്തിയെ
ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുമ്പോഴുള്ള പ്രാർത്ഥനയുടെ ശക്തി. ഇത് സാത്താൻ അറിയാം, ഇത് നന്നായിട്ട് സാത്താൻ അറിയാം. അതുകൊണ്ട് അവൻ ചെയ്യണം എന്തെന്നറിയാമോ? നിങ്ങളെ പ്രാർത്ഥിക്കാൻ അനുവദിക്കും, പക്ഷേ യഥാർത്ഥ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും വാക്ക് കേൾക്കാനും തീ അഗ്നി നിന്റെ മേൽ വീഴാനും അവൻ അനുവദിക്കില്ല. അതിനവൻ വേറെ ആരെ ഉപയോഗിക്കുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട, നിന്നെ തന്നെ ഉപയോഗിക്കും. അതിൻ്റെ ഉദാഹരണമല്ലേ, എലിയാവ് ഇതെല്ലാം ചെയ്തിട്ട് ഇസബേൽ ഒരു വാക്ക് പറഞ്ഞു, നിന്റെ തലയെ ഞാൻ വെട്ടിയെടുക്കും. ഞാൻ ചോദിക്കട്ടെ, അഗാബിൻ്റെ കൊട്ടാരത്തിനകത്ത് എലിയാവ് ചെന്ന് നിന്നല്ലോ, ഈ ആണ്ടിൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഇസബേൽ വെട്ടാൻ ആളെ അയച്ചില്ല? ഇപ്പോഴും ഭീഷണിയുടെ വാക്കല്ലേ പറഞ്ഞോളൂ, വെട്ടിയില്ലല്ലോ. അപ്പോൾ ഏതാണ് നിന്റെ ബലഹീനത? ടി വി കാണുന്നതാണോ? നുണ പറയുന്നതാണോ? കോപം വരുന്നതാണോ? അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്നതാണോ? അല്ലെങ്കിൽ എന്തു പറയുന്നത്, നീല ചിത്രങ്ങൾ കാണുന്നതാണോ? എന്ത് തന്നെ ആവട്ടെ, അത് നീ പ്രാർത്ഥനയിൽ ഇരുന്ന് കണ്ടുപിടിച്ചാലേ നിനക്ക് അതിനെ ജയിക്കാൻ പറ്റും. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞു, ഉപവസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വക ജാതികൾ നീങ്ങിപ്പോകത്തില്ല. ശിഷ്യന്മാർ എടുക്കുകയാണ് യേശു സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നത്. മത്തായി സുവിശേഷം 17-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അവിടെ ഒരു രോഗിയായ ഒരു മോനെ കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർ ശാസിക്കുന്നു, ഓടുന്നു, ചാടുന്നു ഒക്കെ ചെയ്തിട്ട് ഒന്നും നടക്കുന്നില്ല. എന്നാൽ യേശു ഒരൊറ്റ വാക്ക് കൽപ്പിച്ചതേ ഉള്ളൂ, സ്പോട്ടിൽ അവൻ സൗഖ്യമായി. പക്ഷെ സൗഖ്യമായിട്ട് ഇവൻ്റെ അപ്പൻ ഈ മോനെ കൊണ്ടുപോകണ്ടേ? പോയില്ല. അവൻ ചോദിച്ചു, ഇതെങ്ങനെ, ഇതെന്ത്? കണ്ട, അവിടെ നിന്നു. ഇതിൻ്റെ കാരണങ്ങൾ ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ചെറിയ വിഷയത്തിനല്ല. നീ താമസിക്കുന്ന, നീ പാർക്കുന്ന ആ ദേശം നിനക്ക് സ്വന്തമാക്കി തരാൻ വേണ്ടിയാ. ആ ദേശത്ത് നീ പ്രാർത്ഥിച്ചെന്നാലേ ദൈവ സാന്നിധ്യം ഇറങ്ങത്തുള്ളൂ. പക്ഷേ സാത്താൻ നിന്നെ പല വാക്കുകൾ, പല വിഷയങ്ങൾ, പല കൂട്ടുകെട്ടുകൾ, പല ചിന്തകളിലെല്ലാം നിന്നെ പിടിച്ച് കുരുക്കിയിട്ട് എന്നും കടം, എന്നും കഷ്ടം, എന്നും പ്രശ്നം, ഇങ്ങനെയെല്ലാം കുടുക്കി ഒരു പരുവത്തിലങ്ങിട്ടിട്ടുണ്ട്. അത് പൊട്ടിക്കേണ്ട ഉത്തരവാദിത്തം നിൻ്റെതാണ്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കേ. അതുകൊണ്ട് ഞായറാഴ്ച പ്രാർത്ഥന, ആരാധന, 2 കസാര ചവിട്ടി പൊട്ടിപ്പ്, ഇതല്ല നീ ഉദ്ദേശിക്കേണ്ടത്. കർത്താവ് എന്നെ വിളിച്ചത് അവൻ്റെ വേലയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ചർച്ചിൽ പോകുന്ന നിന്നോട് പറയുന്നു, നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ കർത്താവ് നിന്നോട് സംസാരിക്കുന്നത് കേൾക്കാൻ നീ ഹൃദയം ഒരുക്കണം. സ്തോത്രം. അതുകൊണ്ടാണ് ഡാനിയേൽ ആരുടെയും ഒരു പഴി പറഞ്ഞെന്നോ കുറ്റപ്പെടുത്തിയെന്നോ ഒന്നും പറഞ്ഞില്ല. സിംഹത്തിൻ്റെ ഗുഹയെ ആ കുഴിയിൽ നിന്ന് ഡാനിയേലിനെ പുറത്തെടുത്തപ്പോൾ അങ്ങേര് പറഞ്ഞ്, ഞാൻ നിങ്ങൾക്കും ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ദൈവസന്നിധിയിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. കണ്ട, അപ്പോൾ നമുക്ക് ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കണം, താഴേണ്ടടുത്ത് താഴണം. നമുക്കത് പറ്റൂല. നമ്മളെന്തോ വലിയ കൊമ്പത്തെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ ഉണ്ടല്ലോ, ഒരിടയ്ക്ക് ആര് പറഞ്ഞാലും കേൾക്കില്ല, ആര് സംസാരിച്ചാലും ശ്രദ്ധിക്കുകയില്ല. താഴ്മയെന്ന് പറഞ്ഞ സാധനം എനിക്കില്ല. പക്ഷേ എൻ്റെ ദൈവം എന്നെ അത് പഠിപ്പിച്ചു തന്നു. താഴ്മയിലാണ് ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത്. ഒരു വ്യക്തിയുടെ മുമ്പിൽ താഴ്മ നടന്നെന്നും പറഞ്ഞുകൊണ്ട് നിൻ്റെ തല ചെത്തിക്കളയുന്നില്ല. ചിലർക്ക് എന്തോ വലിയ പോസ്റ്റർ, അത് ഇത് ഇങ്ങനെയൊക്കെയുള്ള ചില ഭാവങ്ങളുണ്ട്. ഒരു ഭാവവും ഇല്ല. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ അടുക്കൽ നിന്നും പോയാൽ പിന്നെ നീ ആരുമില്ല. സ്തോത്രം. അത് ശ്രദ്ധിക്കേ. ഈ കാലഘട്ടങ്ങളിൽ ആത്മപകർച്ച, പരിശുദ്ധാത്മാവ്, ഇതെല്ലാം നമുക്കുണ്ടെങ്കിലേ മുമ്പോട്ട് പോകാൻ പറ്റും. ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പണിഞ്ഞപ്പോൾ കർത്താവിൻ്റെ തീ ഇറങ്ങി. അവിടെ നിന്നവരെല്ലാം ഇതാണ് യഥാർത്ഥ ദൈവമെന്നറിഞ്ഞു. ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ആരാണ് നീ, ഏത് ചർച്ചിലാണോ, ഏത് പള്ളിയിലാണ് എന്നല്ല, നീ ക്രിസ്തുവിൻ്റെ മകളാണോ, മകനാണോ, നിൻ്റെ സംഭാഷണം, നിൻ്റെ നിൻ്റെ സംസാരം, നിൻ്റെ പ്രവൃത്തി, നിൻ്റെ സകല വിഷയത്തെയും ശ്രദ്ധിക്കുന്ന യേശുവുണ്ട്. അതേപോലെ സാത്താനുമുണ്ട്. അപ്പോൾ സാത്താന് ഇടം കൊടുക്കാതെ നീ സൂക്ഷിക്കുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.